ഫ്രണ്ട്സ്, ഞങ്ങൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. വണ്ടി ഇവിടെ പകോട് കയറ്റി പോകണ്ടി. ടിക്കറ്റ് കൗണ്ടർ 150 മീറ്റർ. ഗ്ലാസ് ബ്രിഡ്ജ് 1.5 കിലോമീറ്റർ. അഡ്വഞ്ചർ പാർക്ക് തണുപ്പുണ്ടല്ലേ, നല്ല മഞ്ഞാണ് കണ്ടോ. വണ്ടി വരുന്നു. ആണ്ട് അവിടെ ഐ ലവ് വാഗമൺ, ആ വി ലവ് വാഗമൺ, അവിടെ ഫുള്ള് മഞ്ഞാ. കേറ്റുവോ? ഓ ഇത് ഗാർഡൻ ആണോ? സിപ്പ് ലൈനോടാ അപ്പം. വി ലവ് വാഗമൺ, ഐ ലവ് അല്ല. വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണേ. എൻട്രൻസ് ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് അഡൽറ്റിന് 25 രൂപ, ഒരു കാറിന് 30 രൂപ. അങ്ങനെ ടിക്കറ്റ് എടുക്കണം. ഞങ്ങളുടെ ആളെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ക്യൂ നിൽപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്, നല്ല കോടമഞ്ഞുണ്ട്. ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് 1:20 ആയപ്പോൾ തന്നെ നല്ല കോടമഞ്ഞിൻ്റെ ഒരു ഫീലുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താകുമെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ മുകളിൽ കാണുന്നതാണ് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത്. അല്ല, അഡ്വഞ്ചർ പാർക്ക് ഗാർഡൻ അല്ലേ, വാഗമണിലെ ഗാർഡനാണ് ഈ കാണുന്നത്. അവിടെ കയറാൻ വേറെ ഫീസാണ്. നമ്മളിപ്പോൾ എടുക്കാൻ പോയിരിക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലെ, അതായത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ടിക്കറ്റാണ് നമ്മൾ എടുക്കാൻ പോയിരിക്കുന്നത്. ബോട്ടിങ് വേണ്ടേ? അങ്ങനെ ഞങ്ങളും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വിശ്വവിഖ്യാതമായ വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ്. ഏകദേശം ഒരു 40-50 അടിയോളം നീളത്തിൽ ഗ്ലാസ് കൊണ്ട് വളരെ സുരക്ഷിതമായി കെട്ടിപ്പൊക്കിയ ഒരു ബ്രിഡ്ജ്. നമുക്കത് കയറുമ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങളിടും. ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിന് വേണ്ടി. എന്തോ എടുത്തടി അങ്ങനെ ഞങ്ങളും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോവാണ്. കണ്ടിട്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഒരു സമയം 20 പേരെയാണ് കയറ്റുന്നത്. 5 മിനിറ്റാണ് ഒരു സമയം. ഒരു ഗ്രൂപ്പിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റാണ്. മുഖത്തോടെ ചില്ല് പൊട്ടിയതാണെന്ന് നോക്കുക. എടാ ചെറിയൊരു ജർക്കിങ് കൊള്ളാം. നോക്കുന്നില്ല അതോട്ട്. ഞാൻ ഈ കമ്പിയിൽ നിന്നിട്ട് നോക്കാം. നമ്മുടെ വീഡിയോ ഫോട്ടോ பாப்பா என்ன பாரு, ஏய் உட்கார்ந்து என்னைய பாரு, உட்கார்ந்து மேல பாருங்க. ഹലോ ഗായ്സ്, ഞങ്ങൾ
ഞങ്ങൾ 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് ദൈവകൃപയാൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു വഴിക്കാണെങ്കിൽ നല്ലൊരു ദൃശ്യം ആണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കോടമഞ്ഞ് ഇപ്പോഴും ഉണ്ട്, മഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുന്നു, രാത്രിയാവുന്നു. ഹലോ ഗായ്സ്, ഞങ്ങൾ 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്പോഴും നല്ല കോടമഞ്ഞുണ്ട്. 4:26 ആയിട്ടുള്ള സമയം. ഇപ്പോഴും വാഗമണ്ണിനെ ലക്ഷ്യമാക്കി ധാരാളം വണ്ടികൾ കയറ്റം കയറി പോകുന്നു. പിള്ളേരൊക്കെ ഉറങ്ങി. ഞങ്ങൾ ഉറക്കം വരാതിരിക്കാൻ കടലയും കുറിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ലക്ഷ്യം വീട്ടിൽ ചെല്ലുക. അത് ഈരാറ്റുപേട്ട ഏറ്റുമാനൂർ റൂട്ടിലൂടെയാണ് ഞങ്ങളുടെ മടക്ക യാത്ര. അങ്ങോട്ട് പോയത് ഞങ്ങളെ കുട്ടിക്കാനം റൂട്ടിലൂടെ ആയിരുന്നു. ഇവിടെ നമ്മുടെ കണ്ട സ്റ്റാച്ചു കാണിച്ചത് അപ്പം എല്ലാവർക്കും വളരെ നന്ദി.